പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ചാപ്റ്ററിന്റെ പേര് വരെ മറന്നു പോകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക് പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണ്. പോളി മറ്റേ ITA അല്ലാതെ പോളി ഇല്ലേ, ആ പോളി അല്ല. പോളി എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വലിയ സംഭവത്തിനാണ് നമ്മൾ പോളി എന്ന് പറയാം. പോളിജനറ്റിക് ജീൻസ് ഒരുപാടെണ്ണം ഉണ്ട്. പോളിജനറ്റിക് ഓക്കെ, അതായത് നമ്മൾ ആദ്യം ഇതുവരെ പഠിച്ചത് ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീന് അല്ലേ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഇതില് പോളിജനറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നിലധികം ജീൻ പറയുമ്പോൾ ഓക്കെ 2 ജീനായിട്ട് നമുക്ക് മുന്നത്തേലും പറയായിരുന്നു. ഒരു ജീനിന് 2 ഓൾട്ടർനേറ്റിംഗ് ഫോം ഉണ്ടായിരുന്നു. ഒരു ഹോമോലോഗസ് ക്രോമോസോമിലെ 2 ക്രോമോസോമിലും ഈ ജീനിന്റെ കോപ്പീസ് ഉണ്ട്. അതിനെ നമ്മൾ അലീൽസ് എന്ന് വിളിച്ചു. അതായത് അലീൽസും ജീൻസും ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീൽസ് ആർ 2 ഓൾട്ടർനേറ്റിംഗ് ഫോംസ് ഓഫ് എ സെയിം ജീൻ, ഇതായിരുന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജീനിന്റെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ 2 ജീന് വെച്ച് ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമുക്ക് പറയായിരുന്നു. മെന്റൽ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തു വന്നത്. 2 ജീന് ഒരു ഫീനോടൈപ്പിന്. പക്ഷെ ഇനി അങ്ങോട്ട് എങ്ങനെയാ, ഒരു ഫീനോടൈപ്പിനെ 2-ലധികം ജീന്, 3 or more ജീൻസ്, അതായത് 3-ലധികമോ ജീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അലീൽസ് ഉണ്ടാവും. ചിലപ്പോൾ വേറെ വേറെ ക്രോമോസോമിലുള്ള ജീനുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയാണ് പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 46 ക്രോമോസോം ഉണ്ടല്ലോ മക്കളെ, അതിൽ ഒരു ഹോമോലോഗസ് പെയറിൽ മാത്രമല്ല ഈ ജീന് ചിലപ്പോൾ കാണുക, ചിലപ്പോൾ വേറെ ക്രോമോസോമിൽ ഉണ്ടാവും. ചിലപ്പോൾ ഈ ഹോമോലോഗസ് പെയറിൽ തന്നെ വേറെ വേറെ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഒന്നിലധികം അലീൽസ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഇതാണ് പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഡൗട്ട് എന്താ, ഫ്ലവറിന്റെ കളറ് റെഡ് അല്ലെങ്കിൽ വൈറ്റ്, പർപ്പിൾ അല്ലെങ്കിൽ വൈറ്റ്, ഏതെങ്കിലും 2 എണ്ണം മാത്രം പറയുന്നു. ഹൈറ്റ് ആണെങ്കിൽ ടോള് അല്ലെങ്കിൽ ഡോർഫ്. നമുക്ക് എപ്പോഴും ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്ലാന്റ്സ് ഒരിക്കലും ഈ ഒരു ഹൈറ്റുള്ള ആൾക്കാരും ഈ ഹൈറ്റുള്ള ആൾക്കാരും എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള എല്ലാ പ്ലാന്റും ഇത്രയും മാത്രമേ ഉള്ളൂ, അല്ലല്ലോ. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രഡേഷൻ കാണാൻ പറ്റും. ചെറിയ കണ്ണിൽ കാണാൻ പറ്റാത്ത പ്ലാന്റ് മുതൽ വുൾഫിയ മുതൽ അങ്ങറ്റം വരെ 110 മീറ്റർ ഹൈറ്റ് വരെയുള്ള റെഡ്വുഡ് ട്രീസ് വരെയുണ്ട്. അത്രയും ഹൈറ്റിന്റെ ഒരു ഗ്രഡേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനിടയ്ക്കൊക്കെ ഇല്ലേ, ഇനി മനുഷ്യന്മാരായിക്കോട്ടെ, ഇത്രയും ഹൈറ്റുള്ള ഡാർഫിസം ബാധിച്ചിട്ടുള്ള ചെറിയ ചെറിയ ആൾക്കാർ മുതൽ ജൈജാൻറ്റിസം ബാധിച്ചിട്ടുള്ള വലിയ വലിയ ആൾക്കാർ വരെയുണ്ട്. ഇനി അബ്നോർമാലിറ്റീസ് വിടുക, നമ്മളിൽ തന്നെ ചെറിയ അത്യാവശ്യം ഈ ഹൈറ്റുള്ള ആൾക്കാർ മുതൽ അങ്ങ് അറ്റം വരെ ഇല്ലേ, ഒരു നോർമൽ ഏജ് എത്തിയിട്ടുള്ള ആൾക്കാരെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടികളാണെങ്കിൽ ജനിച്ച കുട്ടികൾ അത്രയൊന്നും ഉണ്ടാവില്ല, ജനിച്ച കുട്ടികൾ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. സോ അതല്ല പറഞ്ഞത്, അതായത് നോർമൽ ആൾക്കാർ. അപ്പൊ നമുക്കൊരു ഗ്രഡേഷൻ കാണാൻ പറ്റും. ഒരിക്കലും ഭയങ്കര എന്താ പറയുക, നമുക്ക് 2 കോളമാക്കിയിട്ട് 2 കോളത്തിൽ 2 വിധ ആൾക്കാരെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ഗ്രഡേഷൻ ആണ്. 10, 20, 30, 40 ഒക്കെ ഗ്രൂപ്പ് ആവാം. സോ ഇങ്ങനെയുള്ള ഒരു ഗ്രഡേഷൻ നമുക്ക് കാണുന്നുണ്ട്. ഇതിന് കാരണം അപ്പൊ 2 അലീലല്ല, 2 ജീനല്ല. ഓക്കെ, ഈ ഒരു ജീന് ഇത്ര ഹൈറ്റ്, ഒരു ജീൻ ഇത്ര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പാടില്ല. 1-ലധികം ജീനുണ്ട്, 2-ലധികം ജീനുണ്ട്, 3-ലധികമോ ജീൻസ് ഉണ്ട്. സോ ഇതിനെയാണ് പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതൊരു നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. നമ്മുടെ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് വഴിയാണ്. ആൻഡ് ആസ് വെൽ നമ്മുടെ സ്കിൻ കളർ ഇല്ലേ, നമുക്ക് എല്ലാവർക്കും പല സ്കിൻ ടോൺ ആണ്. നമ്മൾ ഡാർക്ക് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര ഗ്രഡേഷൻ ഓഫ് സ്കിൻ ടോൺ ഉണ്ട്. നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നാൽ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു മീഡിയം ഉണ്ട്. ഇല്ലേ, നമുക്ക് തന്നെ നോക്കാം നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഏതാ, എന്നെ ഏതിലും മേച്ചാവില്ല. ഓക്കെ, ഇവിടെയൊക്കെ അല്ലേ, ഇവിടെയൊക്കെ നമുക്ക് ഈ സ്കിന്നിന്റെ കളർ ഇങ്ങനെ ആവാൻ കാരണം എന്താ മക്കളെ, ഇതില് സ്കിന്നിന് കളർ നൽകുന്ന പിഗ്മെന്റ് വേണം. സ്കിന്നിന് കളർ നൽകുന്ന പിഗ്മെന്റ് ഏതാണ്? മെലാനിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെലാനിൻ ആണ് സ്കിന്നിന് കളർ നൽകുന്ന പിഗ്മെന്റ്. സോ ഏതിലായിരിക്കും മെലാനിൻ കൂടുതൽ? ഈ കയ്യിലാണോ മെലാനിൻ കൂടുതലുള്ളത്? ഇതിലാണല്ലേ മെലാനിൻ കൂടുതലുള്ളത്, ഇതിലാണ്. സോ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾ, ഈ നമ്മുടെ സ്കിൻ കളറിന്
സ്കിൻ കളർ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീനാണ്. ആ ജീന് മെലാനിൻ ഉണ്ടാക്കുന്ന ജീനാണ്. ഓക്കെ, ആ ജീന് മെലാനിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടേത് സ്കിൻ കളർ ഇതായിരിക്കും. സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ABC എന്ന് പറയുന്ന ജീൻസ്, ABCD എത്ര വേണേലും നിങ്ങൾക്ക് കൂട്ടാൻ. നമുക്കൊരു 4 ജീൻ എടുക്കാം അല്ലെ. ABC മതി, ABC എത്രയും മതി, ഒരു 3 എണ്ണം മതി, എത്ര വേണേലും എടുക്കട്ടെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി ഈ Aയും Bയും Cയും ഒക്കെ ഓരോ ജീനുകളാണ്. ഇവരാണ് മെലാനിൻ ഉണ്ടാക്കുന്നത്. ഫൈൻ, കിട്ടിയില്ലേ? Aയും മെലാനിൻ ഉണ്ടാക്കും, Bയും മെലാനിൻ ഉണ്ടാക്കും, Cയും മെലാനിൻ ഉണ്ടാക്കും. ഇനി നമ്മള് ഇത്രയും ജീനുകൾ നമ്മുടെ ക്രോമസോമിലൊക്കെ ഉണ്ട്. ഇവർക്ക് എന്തുണ്ടാവും? ഇവർക്ക് അലീൽസും ഉണ്ടാവും ഇല്ലേ? ഒരു ക്രോമസോമിൽ Aക്ക് 2 അലീൽ ഉണ്ടാവും, AB, CC. ഇതൊക്കെ ഡോമിനന്റ് കണ്ടീഷനാണ് ഞാൻ എഴുതിയത്. ഇനി റിസസീവും ആവാം, AB, CC, കുഞ്ഞി C. ഓക്കെ, അപ്പൊ റിസസീവ് ആവാം. റിസസീവ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ഡൊമിനന്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ മെലാനിൻ ഉണ്ടാക്കുന്നത്. റിസസീവ് എന്ന് പറഞ്ഞാൽ മെലാനിൻ ഉണ്ടാക്കാത്ത, മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത്. മെലാനിൻ തീരെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര എന്താ പറയാ, പേപ്പറിന്റെ ഈ ലൈറ്റിന്റെ ഒക്കെ കളറായിരിക്കും. അത് ഒരു ഡിസീസും ആണ്. മെലാനിൻ കുറച്ചെങ്കിലും വേണം, അല്ലെങ്കിൽ ഉണ്ടാക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര തീരെ ഒരു കളർ ഉണ്ടാവില്ല, ഫുൾ വെള്ളമായിരിക്കും. ആൽബിനസ് ഒക്കെ പിടിച്ച ആൾക്കാരെ പോലെ ഉണ്ടാവും. സോ ഈ സ്മോൾ ലെറ്റർ A. ഇനി ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു മനുഷ്യല്ലേ നമുക്ക് 46 ക്രോമോസോം ഉള്ളതില് നമ്മളെ 46 ക്രോമോസോമിൽ പല ജീനുകൾ ഉണ്ടല്ലോ, അതിൽ പല സ്ഥലത്താണ് ഈ ജീനുകൾ ഉള്ളത്, Aയും Bയും Cയും. നമ്മുടെ ക്രോമോസോമിന്റെ അതിന്റെ അലീൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ആ ജീനിന്റെ അലീൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഇത് എഴുതി തരട്ടെ. ഞാൻ എന്റെ ജീനിന്റെ എക്സ്പ്രഷൻ ആണ് കാണിക്കുന്നത്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇതില് മെലാനിൻ നല്ലപോലെ ഉണ്ടാക്കുന്നത് ആരൊക്കെയാ? ABC. മെലാനിൻ തീരെ ഉണ്ടാക്കാത്ത ആരൊക്കെയാ? സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ C. അപ്പൊ എനിക്ക് ഏതായിരിക്കും സ്കിൻ ടോൺ ഉണ്ടാവുക? ഒരു മീഡിയം അല്ലേ? ഇനി വേറൊരാള്, ഇതോ കുറച്ചും കൂടി ഒരു സ്കിൻ കളർ എന്നെക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും. കാരണം എന്താ? Aയും ക്യാപിറ്റൽ ലെറ്റർ Bയും ക്യാപിറ്റൽ ലെറ്റർ Cയും മെലാനിൻ ഉണ്ടാക്കുന്നുണ്ട്. ആരെ ഉണ്ടാക്കാത്തത്? ഈ സ്മോൾ ലെറ്റർ Bയും സ്മോൾ ലെറ്റർ Cയും. ഇനി വേറൊരാള്, ഇതോ കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും അല്ലെ? കാരണം ഇയാള് മാത്രമേ ഉണ്ടാക്കാത്തുള്ളൂ. ഇയാളോ കംപ്ലീറ്റ് ഡാർക്ക് ആയിരിക്കും, നല്ല മെലാനിൻ പ്രൊഡക്ഷൻ ആയിരിക്കും, എല്ലാ ജീനും ഡൊമിനന്റ് കണ്ടീഷനിലാണ്. ഇനി വേറെ എഴുതാം. വേറെ ഇത് എഴുതിയില്ലല്ലേ നമ്മള്? ഓക്കെ, ഇങ്ങനെ പല കോമ്പിനേഷനിൽ നമുക്ക് എഴുതാം. കുറച്ചും കൂടി ഫെയർ ആയിരിക്കും അല്ലേ, ഇത്തിരിയും കൂടി കളർ കുറവായിരിക്കും, തീരെ കളർ ഉണ്ടാവില്ല. ആൽബിനിസം ബാധിച്ച ആൾക്കാർക്കൊക്കെ എങ്ങനെയായിരിക്കും? കാരണം ആൽബിനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഇവിടെ വരെ ഫുൾ വെള്ളയായിരിക്കും, ഹെയർ വരെ വെള്ളയായിരിക്കും, മെലാനിൻ തീരെ ഉണ്ടാവില്ല. സോ ഇതാണ്, അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാറില്ല കേട്ടോ, മായ്ച്ചള. സോ ഇങ്ങനെയാണ്, ഇതൊരു അഡിറ്റീവ് നേച്ചറാണ്. ഓരോ ജീനിന്റെയും പ്രൊഡക്റ്റിന്റെ ആ ജീനിന്റെ ഇതില്ലേ, അത് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാനാ പറ്റുക. ജീൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, ജീൻ എങ്ങനെ ഡൊമിനന്റ് ആവുക, ആ ജീനിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാവണം. ഇവിടെ ജീനിന്റെ പ്രൊഡക്റ്റ് എന്താണ്? മെലാനിൻ ആണ് ജീനിന്റെ പ്രൊഡക്റ്റ്. അത് ഓരോ ജീനും ഡൊമിനന്റ് ആവും തോറും ആ ജീൻ ഇങ്ങനെ മെലാനിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കൂട്ടി ആയാലാണ് നമുക്ക് സ്കിൻ ടോൺ പറയാൻ പറ്റും. സോ മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ്. ഇത് തന്നെയാണ് നമ്മുടെ ഹൈറ്റിന്റെ കേസിലും. ഹൈറ്റ് കൂട്ടുന്ന ജീനുകളാണ് ഇതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഒരിക്കലും ജീനിന് നമ്മൾ ABC എന്നൊന്നും പറഞ്ഞിട്ടല്ല ഒറിജിനൽ ജീനിന് പേര് കൊടുക്കുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് നെയിമുകൾ ആയിരിക്കും. അതായത് STB, AB, HB, C എന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല പേരുകളായിരിക്കും ജീനുണ്ടാവുക. നമ്മൾ ഇനിയിപ്പോൾ സ്കിൻ ടോണിന് ABC ജീനാണെന്ന് അങ്ങനെയൊന്നല്ല പറയാ. സോ അത് വിട്ടേക്ക്. നമ്മളത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതേ എക്സാമ്പിൾ നമുക്ക് ഹൈറ്റിൻ്റെതിനും എടുക്കാം. ABC എന്ന് പറയുന്നതാണ് ഹൈറ്റിന് കൺട്രോൾ ചെയ്യുന്ന ജീൻ എന്ന് വിചാരിക്കുക. ഇതിനും തോനെ ജീൻ ഉണ്ടാവും കേട്ടോ. സോ A ഉണ്ടെങ്കിൽ ഇതൊക്കെ ക്യാപിറ്റൽ ആണെങ്കിൽ വമ്പ ഹൈറ്റ് ആയിരിക്കും.
ഇതൊക്കെ സ്മോൾ ആണെങ്കിൽ ഡോർഫിസം ആയിരിക്കും, തീരെ ഹൈറ്റ് ഉണ്ടാവില്ല. കാരണം എന്താ, ഹൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, നമ്മുടെ ബോഡിയിലേക്കുള്ള പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളാണ് ഇവർ. അവർ ഡൊമിനൻ്റ് ആണെങ്കിൽ കുറേ ഉണ്ടാക്കും, അവർ റിസസീവ് ആണെങ്കിൽ തീരെ ഉണ്ടാക്കില്ല, അവർ ഡൊമിനൻ്റ് റിസസീവ് മിക്സ് ആണെങ്കിൽ ഒരു മീഡിയം ആയിരിക്കും. അങ്ങനെ 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 പോകും. ഓക്കെ, കിട്ടിയില്ലേ? സോ ഇതാണ് പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ്. ഒരു ജീന് ഒരു ഫീനോടൈപ്പിനല്ല, ഒരു ഫീനോടൈപ്പിന് മൂന്നിലധികം ജീന്. മൂന്നിലധികം എന്ന് പറയുമ്പോൾ നിങ്ങൾ എഗെയിൻ ആലോചിക്കണം, എന്തുകൊണ്ടാണ് മൂന്നിലധികം എന്ന് പറയുന്നത്? ഒരു ജീനിന് 2 അലീലുണ്ട്, അതായത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ലിറ്ററലി 2 ജീനുണ്ട് അവിടെ. മൂന്നിലധികം ജീൻ എന്ന് പറയുമ്പോൾ 2ലധികം അലീൽസ് വന്നു, ഒരുപാട് ജീന് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോൾ നേരത്തെ നിങ്ങൾ ആലോചിക്കണം, നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, 2 ജീനേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ജീനിന്റെ 2 അലീലേ ഉണ്ടാവുള്ളൂ. അത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഒന്നെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ പച്ച, ഒന്നെങ്കിൽ റോസ് അല്ലെങ്കിൽ മഞ്ഞ. ഇങ്ങനെ ഭയങ്കര ഓൾട്ടർനേറ്റിംഗ് ഫോംസ് ആയിരിക്കും, ക്യാരക്ടറിന് ഓൾട്ടർനേറ്റിംഗ് ട്രെയ്റ്റ്സ് ആയിരിക്കും. ഇവിടെ ട്രെയ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ അത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പ്ലിയോട്രോപ്പി, മറ്റേത് പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ്. ഇവിടെ പ്ലിയോട്രോപ്പി, അതായത് നേരത്തെ പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒരു ജീന് ഒരു ഫീനോടൈപ്പിന് പകരം ഒരു ജീന് ഒന്നിലധികം ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യാം. ഒരു ജീന് ഒന്നിലധികം ഫീനോടൈപ്പ്. ഇത് നമ്മൾ ജനറ്റിക്സ് മെന്റലിന്റെ ആ ഇത് ചാപ്റ്റർ കഴിയാനായപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡോമിനൻസിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീഡിന്റെ ഷേപ്പും സീഡിന്റെ സ്റ്റാർച്ച് കണ്ടന്റും. പക്ഷേ അത് രണ്ടും ഏകദേശം ഒന്നായതുകൊണ്ട് നമുക്കത് പ്ലിയോട്രോപ്പി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്ന് സ്റ്റാർച്ച് കൂടിയാലേ സീഡിന്റെ ഷേപ്പ് മാറുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രോഡ്ലി നമുക്ക് ചിന്തിച്ചാൽ ഓക്കെ, അതിന്റെ ഷേപ്പും സ്റ്റാർച്ച് കണ്ടന്റും 2 ഫീനോടൈപ്പ് ആണ്, നമ്മൾ കാണുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും, പ്ലിയോട്രോപ്പി ആണ് അവിടെ പറഞ്ഞത് എന്നുള്ളത്. എന്ത് ഡൊമിനൻസിന്റെ കേസിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓർക്കുന്നില്ലേ? നമ്മളെ വീഡിയോയിലുണ്ട് കേട്ടോ, നോക്കിയാൽ മതി, ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. സോ ഇത് പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീന് ഒന്നിലധികം ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യാം. നേരത്തെ പറഞ്ഞ ഒരു എ എന്ന് പറയുന്ന ജീനി മെലാനിൻ അല്ലേ, ഇവിടെ കേസ് ആണെങ്കിൽ മെലാനിനും ഉണ്ട്, അല്ലെങ്കിൽ ഹെയർ ചുരുണ്ടിട്ടാണോ എന്ന് നോക്കും, ഹൈറ്റും നോക്കും. അങ്ങനെ ഒന്നിലധികം ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീന്. അത് അത്രയ്ക്ക് എന്താ പറയാ, നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് ഒന്നും ആയിരിക്കില്ല, എന്നാലും പറയാം. ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഒന്നിച്ചു വരും? പനി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വരുവാടാ? പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും, ചിലവർക്ക് തലകറക്കം ഉണ്ടാവും, ചിലർക്ക് വോമിറ്റിംഗ് ഉണ്ടാവും, ചിലർക്ക് ഡയറിയ ഉണ്ടാവും, പിന്നെന്താ ജലദോഷം വരും, തുമ്മൽ വരും, എല്ലാം ഒന്നിച്ചങ്ങോട്ട് വരും. ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആണ്. അതുപോലെ ചില ജനറ്റിക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ, ജനറ്റിക് ഡിസീസ് ആണ്, ജീനിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ വരുന്ന ഡിസീസുകളാണ് ജനറ്റിക് ഡിസീസ്. ആ ജനറ്റിക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ, ആ ജീന് നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരാം? ആ ജീന് കൺട്രോൾ ചെയ്യുന്ന ഫിനോടൈപ്പ് മുഴുവൻ നമുക്ക് തകരാറാവും അല്ലേ? നമുക്കിപ്പോൾ എക്സാമ്പിൾ എന്താ നോക്കിയേ, ഒരു ബി എന്ന് പറയുന്ന ഒരു ജീന്, ഈ ജീന് നമ്മളെ 3 കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഞാൻ വെറുതെ പറഞ്ഞോട്ടെ, ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ, നിങ്ങൾ ഒട്ടും അതാണെന്ന് പറയരുത്. ഓക്കെ, ബി എന്ന് പറയുന്നത് നമ്മുടെ ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കളറിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ബി അങ്ങോട്ട് കേടായി കഴിഞ്ഞാൽ ഇത് മുഴുവൻ പോയില്ലേ? ബി കേടായി, കളറേ ഇല്ല, കണ്ണ് വെള്ളയായിപ്പോയി, സ്കിന്ന് ഫുള്ള് വെള്ളയായിപ്പോയി, വെള്ള പെയിന്റ് അടിച്ച പോലെ ആയിപ്പോയി, ഹെയറും ഫുള്ള് വെള്ളയായിപ്പോയി, നരച്ച പോലെ ആയിപ്പോയി. സോ അഗെയിൻ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ്. ഒരു ജീന് ഒന്നിലധികം ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യും. നേരത്തെ എന്തായിരുന്നു? പോളിജനറ്റിക് എന്തായിരുന്നു? ഒന്നിലധികം ഫീനോടൈപ്പ് കൺട്രോൾ ചെയ്യുന്നത്, അല്ല, ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നിലധികം ജീനുകൾ അല്ലേ? ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നിലധികം ജീനുകളായിരുന്നു നേരത്തേത്. എ, ബി, സി, ഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ജീനുകൾ. ഈ ഒരു ഫീനോടൈപ്പ്, ഫോർ എക്സാമ്പിൾ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? എ, ബി, സി, ഡി, ഒരുപാട് ജീനുകൾ. ഇവിടെ ഒരു ജീന് ഒന്നിലധികം ഫീനോടൈപ്പ്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഓക്കെ, ഇവിടെ നോക്കിയേ മക്കളെ, എ സിംഗിൾ ജീൻ can exhibit multiple phenotypic expression. എക്സാമ്പിൾ ഏതാ? ഫീനൈൽകെട്രൂണിയ എന്ന് പറയുന്ന ഒരു ഫീനൈൽകെട്രൂണിയ. ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നാവിൽ അത് അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ പല രീതിയിൽ പ്രൊണൗൺസ് ഫീനൈൽ
കെട്ടോണൂറിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫീനൈൽകെട്ടോണിയ. അങ്ങനെ സ്പീഡിലായിട്ട് വായിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് പറയില്ലേ, വെൽക്കം ബാക്ക് എന്ന് പറയുന്ന ഫീനൈൽകെട്ടോണിയ എന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി. സോ അതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ രോഗം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന് വരുന്ന അഡീഷണൽ കാര്യങ്ങൾ, ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ ജീന് ഡാമേജ് ആവും. ആ ജീന് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബാക്കിയൊക്കെ ഈ ജീൻ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡാമേജ് ആവും. ഇനി അടുത്ത് പഠിക്കാനുള്ളതാണ് സെക്സ് ഡിറ്റർമിനേഷൻ. എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുക, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എന്തായിരിക്കും, നമ്മളെ ക്രോമോസോം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഓഫ്കോഴ്സ് ഇത് ഹ്യൂമൻ ക്രോമോസോംസ് ആണ്. ക്രോമോസോമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരുടെ വലിപ്പത്തിലാണ്. ഓക്കെ, ഇതിനെ ഇഡിയോഗ്രാം എന്നൊക്കെ പറയും. ക്രോമോസോം അറേഞ്ച് ചെയ്ത് നമ്മുടെ കാരിയോടൈപ്പ് ആണ് ഇത് മുഴുവനുള്ളത്. സോ ആദ്യത്തെ ക്രോമോസോം ആയിരിക്കും, ആദ്യത്തെ പേര് ഹോമോലോഗസ് ക്രോമോസോം. ഇത് എത്ര പേരുണ്ട് മക്കളെ? ഇത് 23 എണ്ണം ഉണ്ട് കേട്ടോ, 23 എണ്ണം ഉണ്ട്. അപ്പൊ ആദ്യത്തെ പേര് ആദ്യത്തെ ഹോമോലോഗസ് ക്രോമോസോം. ഇത് പൂമ്പാറ്റ പോലെ വരച്ചേക്കുന്നതല്ല, ഈ ഒരു വരയാണ് ഒരു ക്രോമോസോം. അത് ആലോചിച്ച് വെക്കുക. ചാപ്റ്ററിന്റെ ലാസ്റ്റ് നിങ്ങൾ ഇതുപോലൊരു ചിത്രം കാണുന്നുണ്ട് നമ്മളെ രോഗങ്ങൾ പറയുമ്പോൾ, സിൻഡ്രംസ് പറയുമ്പോൾ. സോ ആദ്യത്തേതായിരിക്കും ഏറ്റവും വലുത്, പിന്നെ അങ്ങോട്ട് വലിപ്പം കുറഞ്ഞ് ഏറ്റവും അവസാനത്തെ ക്രോമോസോം 22ാമത്തെ പേര് വളരെ ചെറിയ ക്രോമോസോമുകളായിരിക്കും. അതിനുശേഷം നമ്മള് ഈ ക്രോമോസോംസ്, ഇതാണ് സെക്സ് ക്രോമോസോം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സെക്സ് ക്രോമോസോംസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് 23 പേർ 46 ക്രോമോസോം ഉണ്ട് എന്ന് പറയുന്നതിൽ 44 എണ്ണം ഓട്ടോസോംസും ബാക്കിയുള്ള 2 എണ്ണം സെക്സ് ക്രോമോസോമാണ്. 22 പേര് ഓട്ടോസോംസും ബാക്കി ഒരു പേര് സെക്സ് ക്രോമോസോമും ആണ്. ഇത് നിങ്ങൾ അറിയുന്നല്ലേ, നിങ്ങൾക്ക് അറിയാലോ, ഓട്ടോസോംസും സെക്സ് ക്രോമോസോമും. സോ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഹ്യൂമൻസിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഇനി എങ്ങനെയാണ് ഇൻസെക്ട്സിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് നമ്മൾ. സെക്സ് ഡിറ്റർമിനേഷൻ, ഇറ്റ് ഈസ് നോട്ട് ബൈ മീൻസ് ഓഫ് ഫിസിക്കൽ അപ്പിയറൻസ് വഴിയല്ല നമ്മൾ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ടാൽ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ ജനറ്റിക് ലെവലില് നമ്മളെ വ്യത്യാസപ്പെടുന്നുണ്ട്. നമ്മൾ രൂപം മാറണമെങ്കിൽ, മെയിലും ഫീമെയിലും കണ്ടാൽ വ്യത്യാസം തോന്നണമെങ്കിൽ എന്തായാലും എന്തിൽ വ്യത്യാസം ഉണ്ടാവും? നമ്മളെ ജീനിൽ വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ജീനും ഒരു പ്ലാന്റിന്റെ ജീനും ഒരു ചെടിയുടെ ജീനും തമ്മിൽ എന്തോരം വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഊഹിച്ചാൽ അറിയാം. കാരണം നമ്മളതായിട്ടുള്ള ഒന്നും, കണ്ണോ മൂക്കോ ചെവിയോ ഒന്നും നിങ്ങൾക്ക് കാണാനും പറ്റുന്നില്ല. നമ്മളെ രൂപം അല്ല ഒരു പ്ലാന്റിന്, അല്ലെങ്കിൽ നമ്മളെ രൂപമല്ല ഒരു ആനയ്ക്ക്, നമ്മളെ രൂപമല്ല ഒരു പൂച്ചയ്ക്ക്. സോ നമുക്കതൊക്കെ അറിയാം. നമുക്ക് അവരുടെ ജീനിൽ എന്തെങ്കിലും നല്ല പോലെ വ്യത്യാസം ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു, നമ്മളെ കംപ്ലീറ്റ് ബോഡിയിൽ ഓരോ സെല്ലിലും ഉള്ള ഓരോ ബുക്കില്ലേ നമ്മളെ DNA, അതിൽ നമ്മൾ എന്താണെന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ മനുഷ്യന്മാർ തന്നെ 2 തരത്തില്, ഇനിയിപ്പോൾ 2 ഒന്നും അല്ല, നമ്മൾ ഒരുപാട് തരത്തിലുണ്ട്. സോ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം. സോ അതിനൊക്കെ വ്യത്യാസം എന്താ? നമ്മളൊക്കെ പല രീതിയിൽ, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, നമ്മൾ എന്താ പറയാ, നമുക്ക് LGBTQ ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ വ്യത്യാസം വരാൻ കാരണം മനുഷ്യന്മാരുടെ സെല്ലിനകത്തെ ജീനിനുള്ളില് വരുന്ന മാറ്റമാണ്. മാറ്റം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ മാറും. നമ്മൾ മെയിൽസിനും ഫീമെയിൽസിനും ഡിഫറൻസ് ഉണ്ട്. ഇനി ഞാൻ പറയട്ടെ, നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ജീൻസിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഒരു മനുഷ്യൻ, ഓക്കെ, ഞാനും എന്നെ പോലെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ എന്നെ പോലെ ഉണ്ടെന്ന് തോന്നിക്കുന്ന? ഇനി ഫേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസംബ്ലൻസ് തോന്നിയാൽ പോലും നമ്മളൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സാമ്യത എന്ന് പറയുന്നത് 99.9% ആണ്. അത്രയും പെർസെൻറ്റേജ് നമ്മളൊക്കെ സിമിലർ ആണ്, സെയിം ആണ്. ആ 0.1% ഇല്ലേ, അത് മാത്രമാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനും മോഹൻലാലും തമ്മിൽ 99.9% സെയിം ആണ്. ഞാനും ഐശ്വര്യ റായും തമ്മിൽ 99.9% സെയിം ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ 0.1% ആണ് നമ്മളൊക്കെ ആരാണ് എന്താണെന്നുള്ളതിനെ വ്യത്യാസപ്പെടുന്നിരിക്കുന്നത്. ഓക്കെ, ഒക്കെ പോട്ടെ, ഞാനും വാഴയും തമ്മിൽ 50% സിമിലർ ആണ്. ഞാനും ചിമ്പാൻസിയും തമ്മിൽ 98% സിമിലർ ആണ്. സോ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഭയങ്കര സിമിലർ ആണ്. പക്ഷെ ആ ഒരു പോയിന്റ് സംതിങ് ഇല്ലേ, അത് വെച്ചിട്ട് നമ്മളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ആ ഒരു പോയിന്റ് സംതിങ് അത്
ക്രോമോസോമുകളിലാവാം, പല ജീനുകളിലാവാം, പലതും പല രീതിയിലാവാം. ഈ ഡ്രോസോഫിലയും നമ്മളും തമ്മിൽ ക്രോമോസോമുകളിലുള്ള വ്യത്യാസമുണ്ട്. അതിൽ തന്നെ അത്രയും സിമിലർ ആയിട്ടുള്ള ചിമ്പാൻസി ഞാനും ഇത്രയും സിമിലാരിറ്റി ഉണ്ട്, ഞാനും ഒരു എലിയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാനും ഒരു മനുഷ്യനും തമ്മിലുള്ള സിമിലാരിറ്റി എത്രയായിരിക്കും മക്കളെ? ഭയങ്കര അടുത്തല്ലേ? അപ്പൊ അതിന്റെ ഡിസിമിലാരിറ്റി, ഒരു മെയിലും ഫീമെയിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഡിസിമിലാരിറ്റി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ക്രോമോസോമാ? സെക്സ് ക്രോമോസോംസ് ആണ്. ഓക്കെ, സെക്സ് ക്രോമോസോംസ്. അതായത് ഹെങ്കിങ്, ഇവിടെ ഇത് വായിച്ചു നോക്കാം നമുക്ക്. ഹെങ്കിങ് ഇൻ 1891 traced a specific nuclear structure all through spermatogenesis in a few insects. ചില ഇൻസെക്ട്സിൽ സ്റ്റഡി ചെയ്തപ്പം സ്പെർമാറ്റോജെനസിസ് എന്തായിരുന്നു? ജനസിസ് ആണ് ജനറേഷൻ ഉണ്ടാക്കുക. ജനറേഷൻ എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഉണ്ടാക്കുക. ഓക്കെ, സ്പേംസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. അതായത് സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സ്. സ്പേംസ് എന്താ? ഗ്യാമീറ്റ്സ്. ഒരു ഓർഗാനിസം അതിന്റെ റീപ്രൊഡക്ഷനിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഗ്യാമീറ്റ്സ് ആണ് സ്പേംസ്. മെയിൽസ് ഉണ്ടാക്കുന്നതാണ് സ്പേംസ്. സോ സ്പെർമാറ്റോജെനസിസ്, ചില ഇൻസെക്ട്സിന്റെ സ്പെർമാറ്റോജെനസിന്റെ ടൈമില് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു എന്നറിയോ? ട്രേസ്ഡ് സം സ്പെസിഫിക് ന്യൂക്ലിയർ സ്ട്രക്ചർ. ന്യൂക്ലിയസിനകത്ത് ചെറിയ സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് കണ്ടുപിടിച്ചു. ആൻഡ് 50% ഓഫ് ദ സ്പേം റിസീവ് ദിസ് സ്ട്രക്ചർ. 50% ആൾക്കാർക്ക് ഈ ഒരു സ്ട്രക്ചർ ഉണ്ട്, ന്യൂക്ലിയർ സ്ട്രക്ചർ ഉണ്ട്. ബാക്കി 50 പേർക്ക് ഇല്ല. ഓക്കെ, whereas other 50% sperm did not receive it. പകുതി ആൾക്കാർക്ക് ഉണ്ട്, പകുതി ആൾക്കാർക്ക് ഇല്ല. അപ്പം ഒരു ക്യൂരിയോസിറ്റി തോന്നിയല്ലോ. ആൻഡ് ഹെങ്കിങ് ഗേവ് എ നെയിം ടു ദിസ് സ്ട്രക്ചർ ആസ് എക്സ് ബോഡി. അദ്ദേഹം ഇതിനെ എക്സ് ബോഡി എന്ന് വിളിച്ചു. ഓക്കെ, എക്സ് വെറുതെ നമ്മളിപ്പോ മാത്സിൽ പറയല്ലോ എക്സ് വൈ a+b². എന്തിനാ? ഓക്കെ, എക്സ് ബോഡി എന്ന് വിളിച്ചു. ബട്ട് he could not explain its significance. അദ്ദേഹത്തിന് ഇത് എന്തുകൊണ്ടാണ് എന്നൊന്നും പറയാൻ പറ്റിയില്ല. അദ്ദേഹം കണ്ടുപിടിച്ചു, ഓക്കെ, ഒരു സാധനം ഉണ്ട്, പകുതി ആൾക്കാർക്ക് ഇതുണ്ട്, പകുതി ആൾക്കാർക്ക് ഇതില്ല, അതിനെ അദ്ദേഹം എക്സ് എന്ന് വിളിച്ചു. ആൻഡ് he could not explain its significance. Further investigations by other scientists led to the conclusion that the X body is none other than the X chromosome. The X body is a chromosome. അതായത് 50 പേർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അഡീഷണൽ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ എക്സ് ബോഡി എന്നാണല്ലോ വിളിച്ചത്. അതൊരു ക്രോമോസോം ആണ്. അതുകൊണ്ട് അതിനെ എക്സ് ക്രോമോസോം എന്ന് വിളിച്ചു. എക്സ് ക്രോമോസോം നമുക്കറിയാലോ, ക്രോമോസോം, എക്സ് ക്രോമോസോം, വൈ ക്രോമോസോം എന്നൊക്കെ അറിയാലോ. സോ ഇത് വെച്ചിട്ടുള്ള ക്രോമോസോം വെച്ചിട്ടുള്ള 6 ക്രോമോസോംസ് വെച്ചിട്ടുള്ള 23ാമത്തെ സെക്സ് ക്രോമോസോംസ് നമുക്ക് 23ാമത്തെ പെയേഴ്സ്. പക്ഷെ വേറെ ഓർഗാനിസത്തിനും ഉണ്ടല്ലോ ഈ സെക്സ് ക്രോമോസോംസ്. അതിനെ വെച്ചിട്ടുള്ള അതിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. സോ ഇത് ഗ്രാസ് ഹോപ്പറിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് എന്തിന്റെ? XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. 2 തരമുണ്ട്, XO ടൈപ്പും ഉണ്ട്, XY ടൈപ്പും ഉണ്ട്. XO ടൈപ്പും ഉണ്ട്, XY ടൈപ്പും ഉണ്ട്. അതിൽ തന്നെ മെയിൽ ഹെറ്ററോഗ്രാമേട്രി ആണ് ഇത് വരുന്നത്, ഫീമെയിലും ഉണ്ട് വരുന്നത്. സോ ഇത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇപ്പം ഇത് നോക്കുക. XO ടൈപ്പ്, XO ടൈപ്പ്, ഇത് X0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. XO ടൈപ്പ് എന്നാണ് കേട്ടോ പറയാ. അതായത് ഒരു മെയിലിന് എക്സ് ക്രോമോസോം മാത്രമേ സെക്സ് ക്രോമോസോം ആയിട്ട് ഉണ്ടാവുള്ളൂ. ഈ ഇൻസെക്ട്സിന്റെ കേസിൽ XO ടൈപ്പിൽ മെയിൽസിന് ഓട്ടോസോംസും ഉണ്ടാവും, സെക്സ് ക്രോമോസോം ആയിട്ട് ഒരു എക്സും ഉണ്ടാവും. ഫീമെയിൽസിനാണെങ്കിൽ ഓട്ടോസോംസും ഉണ്ടാവും, സെക്സ് ക്രോമോസോം ആയിട്ട് 2 എക്സും ഉണ്ടാവും. ഇതാണ് സംഭവം. ഓക്കെ, മെയിലിന് ഓട്ടോസോംസ് ഓട്ടോസോംസും ഉണ്ടാവും പ്ലസ് മെയിലിന് ഒരു എക്സ് ക്രോമോസോമേ ഉണ്ടാവുള്ളൂ. ഫീമെയിൽസിനാണെങ്കിൽ ഓട്ടോസോംസും 2 എക്സ് ക്രോമോസോമും ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മക്കളെ, ഫീമെയിൽസിന്റെ ഗ്യാമീറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും പെയേഴ്സ് മുഴുവൻ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യല്ലേ ചെയ്യുക. ഇവർക്കാണെങ്കിൽ 2 സെക്സ് ക്രോമോസോം ഉണ്ട്, ബാക്കിയൊക്കെ ഓട്ടോസോംസ് ഒക്കെ പെയർഡ് ആണ്, ഹോമോലോഗസ് ആണ്, നമുക്കൊക്കെ ഉള്ള പോലെ.
അങ്ങനെയാകുമ്പോൾ അവരുടെ ഗ്യാമീറ്റിൽ എന്തായാലും ഏത് ഗ്യാമീറ്റ് എടുത്താലും ഒരു എക്സ് ക്രോമോസോം ഗ്യാമീറ്റിൽ ഉണ്ടാവും. ഇത് അലീൽസ് ആണ്, ഇത് എക്സ് ക്രോമോസോം എക്സ് ജീനിന്റെ അലീൽസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്യാമീറ്റിലേക്ക് പോവില്ലേ? അതുപോലെ ഇത് 2 എക്സ് ക്രോമോസോംസ്, അതായത് ഇതാ കണ്ടോ, ഇത് ഹോമോലോഗസ് ക്രോമോസോം, ഗ്യാമീറ്റിലേക്ക് ഇവർ പകുതിയും പകുതിയല്ലേ പോവാ, രണ്ടാളും സെപ്പറേറ്റ് ആയില്ലേ. സോ എക്സ് ക്രോമോസോം, ഒരു എക്സ് ക്രോമോസോം എന്തായാലും ഫീമെയിലിന്റെ ഒരു ഗ്യാമീറ്റിൽ ഉണ്ടാവും. ഇനി മെയിലിന്റെ നോക്കിയേ, മെയിലിനാണെങ്കിൽ ഓട്ടോസോംസും ഒരു എക്സും ഉള്ളൂ, ഓട്ടോസോംസും ഒരു എക്സും മാത്രമേ ഉള്ളൂ. ഈ എക്സ് എന്തായാലും ഗ്യാമീറ്റ് ഈ ഒരു സെല്ലില് ഇത് സെപ്പറേറ്റ് ആവുമ്പോൾ ഇത് ഇങ്ങോട്ടേക്കും പോവാം, ചിലപ്പോൾ ഇത് ഇങ്ങോട്ടേക്കും പോവാം. എന്തായാലും ഒരു ഗ്യാമീറ്റിൽ മാത്രമേ ഒരു എക്സിനെ കിട്ടുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? ഇത് ഒന്നുകൂടി നോക്കിയേ, മെയിൽസിലാണ് ഓട്ടോസോംസും, ഓട്ടോസോംസ് കുറേ എണ്ണം ഞാൻ വരയ്ക്കാം, ഇതൊക്കെ ഓട്ടോസോംസ് ആണ്, ഇവരൊക്കെ പേരാണ്, ഇവരൊക്കെ പേര്. പിന്നെ ഒരു സെക്സ് ക്രോമോസോമും കൂടി, ഒരൊറ്റ സെക്സ് ക്രോമോസോം. ഇനി ഇവര് നമ്മളെ ഗ്യാമീറ്റ് ഫോർമേഷന്റെ ടൈമിൽ ഇവരൊക്കെ കൂടി സെല്ലിൽ ഇങ്ങനെ വരിക്കി നിൽക്കുമല്ലോടാ, പഠിച്ചല്ലേ നമ്മൾ മിയോസിസിൽ എങ്ങനെയാന്ന്. പേയേഴ്സൊക്കെ പെയറായിട്ട് നിൽക്കുന്നു. പിന്നെ നമ്മുടെ ഒരു എക്സ് ക്രോമോസോം, ഇയാളെ കേസ് എന്താ? ഇയാൾക്ക് പേരില്ല, ഇയാൾ ഒന്നേ ഉള്ളൂ. അപ്പൊ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പം ഇതിങ്ങനെ നമ്മൾ മുറിക്കല്ലോടാ, നടുക്ക് മുറിക്കല്ലോ. അപ്പൊ ഇങ്ങനെ മുറിച്ച് ഇയാൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവരുടെ കൂടെ പോവാം, ഇങ്ങനെ പോവാം ഇവരുടെ കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ പോവാം ഇവരുടെ കൂടെ, ഏതെങ്കിലും ഒരാളുടെ കൂടെ പോകാൻ പറ്റുള്ളൂ. ഇവരുടെ കൂടെയാണ് പോയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിത് മായ്ക്കണം. പോയി. ഇവരുടെ കൂടിയാണ് പോയത്. അപ്പൊ പിന്നെ ഗ്യാമീറ്റ് ഉണ്ടായപ്പോതാ ഈ 2 ഗ്യാമീറ്റ് ഉണ്ടായല്ലോ. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാ ഇവരുടെ കൂടെ 1 2 3, പിന്നെ ഇയാളില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ സെക്സ് ക്രോമോസോമും കൂടി വന്നു. ഇത്രയ്ക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാനില്ല, പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. കണ്ടോ, ഇയാൾ വന്നു. അതായത് ഈ എക്സോ ടൈപ്പ് എന്ന് പറയുന്നത് മെയിൽസിന്റെ സ്പേംസിൽ ഹാഫ് ഓഫ് ദ സ്പേംസിന് എന്തുണ്ടാവും? ചില സ്പേംസ്, മെയിൽസ് ഉണ്ടാക്കുന്ന സ്പേംസിൽ 50% എക്സ് ക്രോമോസോം അഡീഷണൽ ആയിട്ട് ഉണ്ടാവും, 50% ആ എക്സ് ക്രോമോസോം ഉണ്ടാവില്ല, എക്സ് ഉണ്ടാവില്ല. ഫീമെയിൽസിനാണെങ്കിലും എല്ലാത്തിനും എക്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, മെയിലും ഫീമെയിലും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയമാണ്. മെയിലും ഫീമെയിലും ക്രോസ് ചെയ്തു, ഫീമെയിലിന്റെ ഗ്യാമീറ്റ്, മെയിലിന്റെ ഗ്യാമീറ്റിന് ഇതിന് എക്സ് ക്രോമോസോം ഉള്ള ഗ്യാമീറ്റ്, ഇതും എക്സ് ക്രോമോസോം ഉള്ള ഗ്യാമീറ്റ്, ഫീമെയിൽ എന്തായാലും എക്സ് ക്രോമോസോം ഉണ്ടല്ലോ. അപ്പൊ ഇവര് മീറ്റ് ചെയ്യുമ്പോൾ എക്സ്. ഇതാരാ? 2 എക്സ് ക്രോമോസോം വരുന്നത് ആർക്ക് മാത്രമാണ്? ഇയാൾക്ക് 2 എക്സ് ക്രോമോസോം ഉണ്ടായിരുന്നു, ഇയാൾക്ക് 1 എക്സ് ക്രോമോസോം ഉണ്ടായിരുന്നുള്ളൂ. ഇതാരാ? അപ്പൊ ഇത് ഫീമെയിൽ അല്ലേ? അതായത് മെയിൽസിന്റെ സ്പേംസിൽ എക്സ് ക്രോമോസോം വരുന്ന സ്പേം വരുന്നത് ഫീമെയിലിന്റെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഒരു ഫീമെയിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുക. അതായത് ജനിച്ച കുട്ടീന്റെ ഈ ഇൻസെക്ട്സിന്റെ സെല്ലെടുത്തുകൊണ്ട് മുറിച്ച് നോക്കി നമ്മൾ ക്രോമോസോം ഉണ്ടാവുമെന്ന് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മെയിൽസും ഫീമെയിൽസും പാരന്റ്സിന്റെ ക്രോമോസോം നോക്കിയാൽ തന്നെ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കുട്ടിക്ക് ഏത് വരാമെന്ന് ഇവരുടെ കേസിൽ നോക്കാം. സ്പേംസ് നോക്കേണ്ടി വരും, അല്ലാതെ നമുക്ക് മെയിൽസിനെ മാത്രം നോക്കിയാൽ കിട്ടൂല, അല്ലേ? കാരണം എന്താ, മെയിൽസിന് എന്തായാലും എക്സ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സ്പേമിൽ എക്സ് പോവോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഫീമെയിലിന് എക്സ് ആണ് എന്നുള്ളത് നമുക്കറിയാം, മെയിലിന് എക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. ഗ്യാമീറ്റ് ഉണ്ടായി, എന്തായാലും ഫീമെയിലിന് എക്സ് ഉണ്ട്, മെയിലിന് ഇതിന് എക്സ് വന്നില്ല. ഗ്യാമീറ്റ് ബാക്കിയുള്ള ഓട്ടോസോംസ് ഒക്കെ ഉണ്ട്, എക്സ് ക്രോമോസോം വന്നില്ല. ഇവർ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആര് വരും? എക്സോ ടൈപ്പ്. എക്സോ, അതായത് എക്സ് മാത്രം, മറ്റേത് 0 ആണ്, മറ്റേത് ഇല്ല. അതാരാ? മെയിലാണ്. ഇതാണ് മെയില്. സോ ഇതാണ് എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇനി അടുത്തത് പോവാം. XY ടൈപ്പ്, ഇത് നമുക്കറിയാം അല്ലേ, ഇത് നമ്മുടെ കേസൊക്കെ അല്ലേ. പക്ഷെ നമുക്ക് നമ്മുടെ കേസ് കുറച്ച് കഴിയുമ്പം ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. നമുക്ക് ആരുടെ പഠിക്കാം? നമുക്കൊരു ഇൻസെക്ട്സ്, ഏത് ഇൻസെക്റ്റാ നമുക്ക് നല്ല പരിചയമുള്ളൊരു ഇൻസെക്ട്? ആരാത്? നമ്മുടെ ഡ്രോസോഫില മെലനോഗാസ്റ്റ, ഞാൻ പറഞ്ഞിട്ടാണ് ഇതില്ലേ. സോ
ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ പോലെ തന്നെയാ. നോക്കിയേ, ഫീമെയിൽസിന് XX, നമുക്കറിയാം അല്ലേ നമ്മുടെ കേസ് എങ്ങനെയാ, ഫീമെയിൽസിന് XX ആയിരിക്കും, മെയിൽസിന് XY ആയിരിക്കും. XY ഇതൊന്ന് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വളച്ചെഴുതിയതാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാമോ, ഹലോ ഗൈസ്, നിങ്ങൾക്കറിയാമോ ഓട്ടോസോംസ് നമ്മുടെതൊക്കെ സെയിം ആയിരിക്കും, ഒരേ ഹൈറ്റ്, ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് അവസാനത്തേക്ക് ചെറുതായിരിക്കും. ഫീമെയിൽസിന് ഈ XX രണ്ടും ഒരേ ഹൈറ്റ് ഉള്ളതായിരിക്കും. X ക്രോമോസോം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ക്രോമോസോമാണ്. എന്നാൽ Y ക്രോമോസോം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രോമോസോമാണ്. മെയിൽസിന്റെ കാരിയോഗ്രാം എടുക്കുമ്പം X വലുതും ഒരു Y ഒരു കുഞ്ഞു ചെറുതുമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതാരുടെ ആയിരിക്കും മക്കളെ? ഈ കാരിയോഗ്രാം അല്ലെങ്കിൽ ഈ ഇഡിയോഗ്രാം ആരുടെ ആയിരിക്കും? ഇതൊക്കെ ഇതാണ് XX. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്? ഓക്കെ, ഇത് കണ്ടോ, XX. ഇതാരുടെ ആയിരിക്കും? വലുതല്ലേ രണ്ടെണ്ണം? ഫീമെയിലിന്റെ ഒരു കാരിയോഗ്രാം ആണ് അല്ലേ? ഓക്കെ, നമ്മളെടുത്തി കഹാദാ. ഓക്കെ, XY ടൈപ്പ്. ഇതില് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൽസിനും ഫീമെയിൽസിനും വ്യത്യാസം ഉണ്ടാവും. ക്രോമോസോമിന് ഫീമെയിലിന് രണ്ടും X ക്രോമോസോം ആയതുകൊണ്ട് നമ്മൾ XX ടൈപ്പ് എന്ന് പറയുന്നില്ല. ഏതാണോ സെക്സ് ഡിറ്റർമിനേഷന് കൂടുതൽ സഹായിക്കുന്നത് ആ ടൈപ്പിനെയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ XO ടൈപ്പ് എന്നല്ലേ പറഞ്ഞത്, മെയിലിന്റെ, അല്ലാതെ ഫീമെയിലിന് XX ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ XY ടൈപ്പ്. ഈ Xും Y ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. XY എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും വ്യത്യാസം എന്നുള്ളതാണ്. Xും Yയും തന്നെ ക്രോമോസോമിന് പേര് വേണം എന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇതില് മെയിൽസിന് XY ടൈപ്പ് ആയിരിക്കും. XY ആയിരിക്കും സെക്സ് ക്രോമോസോം. ഓട്ടോസോംസും പ്ലസ് ഒരു Xും ഒരു Yയും. ഇനി ഫീമെയിൽസിനാണെങ്കിലോ ഇത് ഫീമെയിൽസിനാണെങ്കിൽ ഓട്ടോസോംസും ഒരു Xും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫീമെയിൽസിന് 2 ഗ്യാമീറ്റ്സ് ഉണ്ടാവാം. ഒന്ന് X മാത്രമുള്ളതും മറ്റേതും X മാത്രമുള്ളതും. ഒരൊറ്റ ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ ഫീമെയിലിന് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. മെയിലിനാണെങ്കിലോ X മാത്രമുള്ള ഗ്യാമീറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ Xോ Yയോ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് ആ ടേമിൽ അർത്ഥമില്ല. X അല്ലെങ്കിൽ Y, ഇതിന് 2 തരം ഗ്യാമീറ്റ് ഉണ്ടാവാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ Xന്റെ കൂടെ കൂടിയാൽ ഇതാരാ മക്കളെ? ഇത് ഫീമെയില്. ഈ X ഈ Yന്റെ കൂടെ കൂടിയാൽ ഇതാരാ മക്കളെ? ഇത് മെയില്. ഈ X ഇതിന്റെ കൂടെ കൂടിയാൽ ഇത് ഫീമെയില്. ഈ X ഇതിന്റെ കൂടെ കൂടിയാൽ ഇത് മെയില്. അപ്പൊ നോക്കിക്കേ, 50-50 ചാൻസ് അല്ലേ? ഇതും സെയിം 50-50 ചാൻസ് അല്ലേ? ആണ്, 50-50 ചാൻസ് ആണ് മെയിലും ഫീമെയിലും ആവാനുള്ളത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഡ്രോസോഫിലയുടെ ഇത് കണ്ടില്ലേ, ജീനല്ല ക്രോമോസോം കണ്ടില്ലേ? XX. ഇതാ ഫീമെയിലിന് XX ആണ്, മെയിലിന് XY ആണ്. ലൈക്ക് വൈസ് ഹ്യൂമൻ ബീൻസ്. അതായത് നമുക്ക് ഇതിന്റെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ സെല്ലെടുത്ത് നോക്കിയാൽ ഈ സംഭവം മനസ്സിലാവും എന്നാണ് പറയുന്നത്. XO ആൻഡ് XY ടൈപ്പ് ഇതൊരു കണ്ടീഷൻ ആണ്. ഇൻ XO ആൻഡ് XY ടൈപ്പ് മെയിൽസ് പ്രൊഡ്യൂസ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്സ് അല്ലേ? രണ്ടാൾക്കും ഈ 2 കണ്ടീഷനിലും XOയും XYയിലും മെയിൽസ് 2 ടൈപ്പ് ഗ്യാമീറ്റ്സിനാണ് ഉണ്ടാക്കുന്നത്. ഒരാള് X ഉള്ളത്, മറ്റേ പകുതി സ്പേംസ് X ഇല്ലാത്തത്, ഒന്നും ഇല്ലാത്തത്, സെക്സ് ക്രോമോസോം ഇല്ലാത്തത്. ഇവിടെ XY കേസിലാണെങ്കിലോ ഒരു പകുതി സ്പേംസ് X ക്രോമോസോം ഉള്ളത്, പകുതി സ്പേംസ് Y ക്രോമോസോം ഉള്ളത്. സോ ഇതിനെ either with or without X chromosome or some gametes with X chromosome and some with Y chromosome, such type of sex determination mechanism is called as male heterogametry. male എന്ന് പറഞ്ഞാൽ മെയിൽസ്, hetero എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ്. നമ്മൾ ഹെറ്ററോ സൈഗസ് പഠിച്ചതല്ലേ? ഡിഫറെന്റ് ഹെറ്ററോ. ഹോമോ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്, ഗ്യാമീറ്റ്സ്. ഓക്കെ, ഹെറ്ററോഗ്യാമീറ്റ്സ്, ഡിഫറെന്റ് ഗ്യാമീറ്റ്സ്, മെയിൽ ഹെറ്ററോഗ്യാമീട്രി. അതാണ് ഈ സംഭവം. ടേമിൽ തന്നെ ഉണ്ടല്ലേ അതിന് ഉത്തരം. എൻ്റെ മക്കളെ എന്താല്ലേ ബ്രില്യൻസ്! ഓരോ ടേമില് സയന്റിഫിക് ടേംസ് ഒക്കെ ഇങ്ങനെയാ, ഭയങ്കര രസമാണ്. നമുക്ക് എഴുതേണ്ട ഉത്തരം മുഴുവൻ അതിന്റെ പേരിൽ തന്നെ ഉണ്ടാവും. മെയിൽ ഹെറ്ററോഗ്യാമീട്രി. ഇനി എന്താണ്? ഇവിടെ മെയിൽ ഹെറ്ററോഗ്യാമീട്രി പറഞ്ഞു, എന്നാൽ വേറെ ഒരു ഗ്യാമീട്രിയും കൂടി ഉണ്ട്. മെയിൽസ് മാത്രം മതിയോ? ഫീമെയിൽസിനും വേണം അല്ലേ? ഫീമെയിൽസിനും ഉണ്ട് ഫീമെയിൽ ഹെറ്ററോഗ്യാമീട്രി. ഫീമെയിൽസിൽ ഹെറ്ററോഗ്യാമീറ്റ്സ് കാണിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ ചിക്കനില് അല്ല കോഴിയില് പൂവൻകോഴി അല്ലേ ഇത് പെടക്കോഴി.
പൂവൻകോഴി ആണാണ്, പെടക്കോഴി ഫീമെയിൽ ആണ്, പെണ്ണാണ്. സോ ഫീമെയിലാണ് ഇവിടെ സെഡും ഡബ്ല്യുവും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കുന്നതാണ്, വ്യത്യാസം കാണിക്കാൻ. ഒന്ന് സെഡും ഒന്ന് ഡബ്ല്യുവും. ഉഫ്, എക്സും വൈയും നല്ല സുഖമായിരുന്നു അല്ലേ. സെഡും ഡബ്ല്യുവും ഫീമെയിൽസിന്. അപ്പം മെയിലിനോ സെഡും സെഡും. നേരത്തെ ഇതുവരെ ഫീമെയിലിന് മാത്രമാണ് ഒരുപോലെ ഉള്ളത്, മെയിൽസിന് ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെയോ മെയിലിന് സെയിം ആണ്, ഫീമെയിലിന് ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആരാ വ്യത്യാസം കാണിക്കുക? ഫീമെയിൽസ് ആണ് ഗ്യാമീറ്റ് പ്രൊഡക്ഷനിൽ വ്യത്യാസം കാണിക്കുക. നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് നോക്കണേ, ഇതാ നോക്കിയേ, ഫീമെയില് സെഡ് ഡബ്ല്യു, മെയിൽസ് സെഡ് സെഡ്, മെയില് ഫീമെയില്. അപ്പം മെയില് ഗ്യാമീറ്റ് ഉണ്ടാക്കുന്നത് സെഡ് ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. സെഡ് സെഡും ആണല്ലോ. ഫീമെയിൽ വേണമെങ്കിൽ സെഡ് ഉണ്ടാക്കാം, ചിലപ്പോൾ ഡബ്ല്യു ഉണ്ടാക്കാം. ഈ സെഡും കൂടി വന്നാൽ സെഡ് സെഡ്, ഇതാരാ? മെയില്. ഇത് മെയില് പൂവൻകോഴി. ഈ സെഡും ഡബ്ല്യുവും വന്നു കഴിഞ്ഞാൽ ഇതാരാ? സെഡ് ഡബ്ല്യു ഫീമെയില് പെടക്കോഴി. പെടക്കോഴി ഉണ്ടായ നല്ല സുഖം അല്ലേ, കോഴിമുട്ട കിട്ടുമല്ലോ. ഓക്കെ, സോ അടുത്തത് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. ഓഫ് കോഴ്സ് വി നോ, നമുക്കറിയാം അല്ലേ ഹ്യൂമൻസിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ. നമുക്ക് എത്ര ക്രോമോസോം ഉണ്ട്? നമുക്ക് 46 ക്രോമോസോം ഉണ്ട്. ഇതൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം. ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയണം. 46 ക്രോമോസോം ഉണ്ട്. അതിൽ 46 എണ്ണം ഓട്ടോസോംസ്, 2 എണ്ണം സെക്സ് ക്രോമോസോം അല്ലേ. 44 പ്ലസ് എക്സ് ആവാം, 44 പ്ലസ് എക്സ് വൈ ആവാം. ഓക്കെ, അതായത് 46 ഓട്ടോസോംസും ഒരു എക്സും ഒരു 44 ഓട്ടോസോംസും ഒരു എക്സും വൈയും ആവാം. ഇത് മെയിൽ ആവും, ഇത് ഫീമെയിൽ ആവും. ആൻഡ് വി നോ ദാറ്റ് ഇല്ലേ, നമുക്കറിയാം എക്സ് വൈ നമ്മളെ 22 പേര് ഓട്ടോസോമും ലാസ്റ്റത്തെ 2 പേര് സെക്സ് ക്രോമോസോമും ആണെന്നുള്ളത് നമുക്കറിയാം. അതിൽ ഫീമെയിൽസിലാണെങ്കിൽ ഒരു എക്സും ക്രോമോസോം ആയിരിക്കും, മെയിലിലാണെങ്കിൽ ഒരു എക്സും ഒരു വൈയും ആയിരിക്കും. ആൻഡ് അങ്ങനെയാവുമ്പം ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതാണ്. സോ ഇത് ഇങ്ങനെയാവുമ്പോൾ നമ്മൾ അതിന്റെ ഗ്യാമീറ്റ് ഫോർമേഷൻ നോക്കുകയാണ്. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ മെയിൽസ് ഗ്യാമീറ്റ്സ് ഏതൊക്കെ പോസിബിൾ ഗ്യാമീറ്റ്സ് ഉണ്ട്? മെയിൽസിന് എക്സ് ഉണ്ടാവാം, വൈ ഉണ്ടാവാം. ഈ എക്സും വൈ എന്ന് പറയുമ്പോൾ എക്സും വൈയും മാത്രമുള്ള സ്പേം ആണോ പോവാം? അല്ലല്ലോ, അതിന്റെ കൂടെ ബാക്കി 22 ക്രോമോസോമും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് അറിയൂലേ അല്ലേ? ഇതാണ് നമ്മുടെ സെല്ല്. ആദ്യത്തെ പേര്, രണ്ടാമത്തെ പേര്, മൂന്നാമത്തെ പേര്, 22ാമത്തെ പേര്, 21, 2 പോയി 22ാമത്തെ പേര്. ഇനി 23ാമത്തെ പേര് ആരാ? 23ാമത്തെ പേര് ആരാ മക്കളെ? ആരാണ് 23ാമത്തെ പേര്? നമ്മുടെ സെക്സ് ക്രോമോസോം ആണ്. എക്സും വൈയും. ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, അപ്പൊ മെയിൽസിലാണ് ഇത് പറഞ്ഞത്. ഫീമെയിലാണെങ്കിൽ എക്സും, ഫീമെയിൽ ആണെങ്കിൽ എളുപ്പമാണ് പറയാൻ. ഇനി ഇതങ്ങോട്ട് മുറിക്കുന്നു, സെല്ല് മുറിക്കുന്നു. 23 എണ്ണം ഇങ്ങോട്ട്, 23 എണ്ണം അങ്ങോട്ടും. ഇങ്ങോട്ട് പോയാൽ വൈ ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങോട്ട് പോയാൽ എക്സ് ആയിരിക്കും ഉണ്ടാവുക. അത് മാത്രം കാണിച്ചാൽ പോരെ നമ്മളിപ്പം പഠിക്കുമ്പോൾ. അല്ലാതെ ബാക്കിയുള്ളത് മുഴുവൻ ഇങ്ങനെ വരച്ചുണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ. സോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഫോം ആയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. പോട്ടെ, ഇനി ഇതൊക്കെ മായ്ച്ചുണ്ടാക്കട്ടെ ഞാൻ. സോ അടുത്തത് എന്താണ്? അടുത്തത് ഫീമെയില്. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ഫീമെയിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എക്സും ഇതാരാ? എക്സും വരുന്നത് ഫീമെയിൽ ആണ്. നമുക്കറിയാം ഫീമെയിൽ ആണ്. എക്സും വൈയും വരുന്നത് ആരാ? മെയിലാണ്. എക്സ് ഫീമെയില്, എക്സ് വൈ മെയില്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മക്കളെ, 50-50 ചാൻസ് അല്ലേ? 50-50 ചാൻസ് അല്ലേ? അപ്പൊ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ? ഈശ്വരാ, എനിക്ക് ആൺകുട്ടി ഉണ്ടാവണേന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് എനിക്ക് ആൺകുട്ടി ഉണ്ടാവണേന്ന് പറഞ്ഞാണ്ട് പെൺകുട്ടീനെ വയറ്റിലിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതായത് 50-50 ചാൻസ് ആണ്. നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ സ്പേമിൽ എക്സ് ക്രോമോസോം ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും കുട്ടി ഉണ്ടാവുക, കുട്ടി ഫീമെയിൽ ആയിരിക്കും. സ്പേമിൽ വൈ ക്രോമോസോം ആണെങ്കിൽ കുട്ടി മെയിൽ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ 50-50 ചാൻസ് ആണ്. ഇത് ആലോചിക്കുമ്പോഴാണ് പണ്ടത്തെ കാര്യം ആലോചിച്ച്, ഈ മറ്റേ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ, പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അമ്മമാരെ കുറ്റം പറയുന്ന ഒരു പരിപാടി കുടുംബത്തിൽ എന്നൊക്കെ പറയാണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ് അല്ലേ? പാവം അമ്മമാരെന്തെങ്കിലും ഫീമെയിൽസ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? ഫീമെയിൽസിന് ആകെ എക്സും ക്രോമോസോമും മാത്രമേ ഉള്ളൂ. മെയിൽസിനാണ് എക്സ് ക്രോമോസോമും വൈ ക്രോമോസോമും ഉള്ളത്. വൈ ക്രോമോസോം മെയിൽസിൽ നിന്നും സ്പേം വഴി വന്നാൽ മാത്രമേ ഒരു ആൺകുട്ടി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഫീമെയിലിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഓക്കെ, സോ ദ സെക്സ് ഓഫ് എ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മെയിൽ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹ്യൂമൻസിന്റെ കേസിൽ.
ഇനി അടുത്തത് ഇതൊരു അടിപൊളി എക്സാമ്പിൾ ആണ്. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബി. നമുക്കറിയാം ഹണി ബീസ് ഭയങ്കര കോർഡിനേഷൻ ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പാണ്. നിങ്ങൾക്കറിയോ ഹണി ബി കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് കൊന്നുകളയും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ. എന്നിട്ട് ശവം ഇങ്ങനെ തോളിൽ ഹയ്യോഹോ എന്നൊക്കെ പറയാണ്ട് കൊണ്ടുപോയി പുറത്തേക്ക് കളയും അവരുടെ ഹണീബീന്റെ കൂട്ടിൽ നിന്നും. സോ അവിടെ രാജാവില്ല, ആരാ ഉള്ളത്? റാണിയാണുള്ളത്. റാണി വാഴുന്ന ഗ്രൂപ്പാണ് ഹണീബീസിന്റെ. റാണി ആണ് സെക്ഷൽ റീപ്രൊഡക്ഷന് ഇൻവോൾവ് ആവുന്ന ഏക ഫീമെയിൽ ആ ഗ്രൂപ്പിൽ. ഓക്കെ, ഫീമെയിൽ ആയിട്ടുള്ള റാണി. ഇനി ഫീമെയിൽ ആയിട്ടുള്ള വർക്കർ ബീസ് ഉണ്ട്, മെയിൽസ് ആയിട്ടുള്ള വർക്കർ ബീസ് ഉണ്ട്, മെയിൽസ് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഈ ഇതുണ്ട്, മറ്റേ ഹണിയൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്ന വർക്കേഴ്സ് ഉണ്ട്. സോ ഇവരുടെ കേസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ക്രോമോസോമിന്റെ പ്രത്യേകതയാണ് നമ്പർ ഓഫ് ക്രോമോസോം. മെയിൽസിന് പകുതിയേ ഉള്ളൂ, 16 എണ്ണമേ ഉള്ളൂ. ഫീമെയിലിനാണ് 32 എണ്ണം, അതിന്റെ ഇരട്ടിയുള്ളത്. ഓക്കെ, ഫീമെയിലിന് 32 എണ്ണവും മെയിൽസിന് 16 എണ്ണേ ഉണ്ടാവുള്ളൂ. ക്രോമോസോമിന്റെ എണ്ണം നേരെ പകുതിയായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പകുതിയായി. ഇതില് ഡിപ്ലോയിഡ് നമ്പർ ആണ് 32, 16 എന്നുള്ളത് ഡിപ്ലോയിഡ് നമ്പർ ആണ്. ഓക്കെ, ഫീമെയിലിന് 32 എണ്ണം, 32 എണ്ണം, നമുക്ക് 46 എണ്ണം അല്ലേ, അതുപോലെ 32 എണ്ണം. മെയിൽസിന് 16 എണ്ണം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, നേരെ പകുതി എണ്ണമാണ് ക്രോമോസോമിനുള്ളത്. അപ്പൊ ഫീമെയില് മിയോസിസ് വഴി ഗ്യാമീറ്റ്സിനെ ഉണ്ടാക്കും. 16 ക്രോമോസോമും ഈച്ച് ആയിട്ടുള്ള ഗ്യാമീറ്റ്സിനെ ഉണ്ടാക്കും ഫീമെയിൽ റാണി ഈച്ച് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ 16 മെയിലുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ആര് വരച്ചതാ? ഞാനോ? ഓക്കെ, ഇനി ഫീമെയില് മെയിലുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 16, ഇത് മെയിലിന്റെ 16 വന്നു കഴിഞ്ഞാൽ ഏതായി 32 എണ്ണമായി. ഒരു ഫീമെയില് ആ ഫീമെയില് റാണീച്ചി ആവില്ല, ആ ഫീമെയില് വർക്കർ ബി ആയിരിക്കും. ഓക്കെ, ഇനി ഈ സാധനം ഉണ്ടല്ലോ ഗ്യാമീറ്റ്, ഫീമെയിൽ ഗ്യാമീറ്റ് ഒന്നും ചെയ്യാതെ ഫെർട്ടിലൈസേഷനിൽ ഏർപ്പെടാതെ ഡയറക്റ്റ് മെയിൽ ആയിട്ട് മാറും. അതിനെയാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പാർത്തനോജനസിസ്. നമ്മള് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ, നിങ്ങൾ പ്ലാന്റ്സിന്റെ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ഒരു സീഡ് ഉണ്ടാവുന്ന പരിപാടിയാണ് പാർത്തനോജനസിസ്. ലൈക്ക് നിങ്ങൾ ബനാനയിലൊക്കെ പാർത്തനോജനസിസ് ആണുള്ളത്, ഫെർട്ടിലൈസേഷൻ വേണ്ട എന്നുള്ളതാണ്. അതുപോലെ പാർത്തനോജനസിസ് വഴി മെയിൽസ് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഈ ഗ്യാമീറ്റ് ഡയറക്റ്റ് ഒരു മെയിലായിട്ട് മാറും. അതായത് അപ്പം ലോജിക്ക് കറക്റ്റ് ആയില്ലേ, ഫീമെയിലിന്റെ 16 പകുതി ക്രോമോസോം മെയിൽസിലേക്കായി. ഇനി മെയിൽസിന്റെ ഈ ഗ്യാമീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 16 എണ്ണം, 16 ഗ്യാമീറ്റ് ഉള്ള 16 ക്രോമോസോമേ ഓൾറെഡി ഉള്ളൂ. ഇനി ഗ്യാമീറ്റിലേക്കും 16 എണ്ണം തന്നെ പോകണം. കാരണം എന്താ, 16 ഫ്യൂസ് ചെയ്താലേ ഒരു ഫീമെയിൽ ഉണ്ടാവുള്ളൂ. സോ ഈ 16 എങ്ങനെയായിരിക്കും ഉണ്ടാവും? ഒരിക്കലും മിയോസിസ് വെച്ചിട്ട് 16 ആവില്ല. 16ന്റെ പകുതിയായി പോവും അല്ലേ, 8 ആയി പോവും. 8 തൊട്ട് 16 ഓക്കെ, 8 ആയി പോവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 32 ക്രോമോസോം ഫീമെയിൽ വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്രോമോസോമിന്റെ എണ്ണത്തിനെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരേ ഒരു ഡിവിഷൻ നമുക്കറിയുള്ളൂ. ഏത് ഡിവിഷനാണ്? മൈറ്റോസിസ് ഡിവിഷൻ. മൈറ്റോസിസ് വഴി ഇവരുടെ പ്രത്യേകതയാണ്, ഓർത്ത് വെച്ചോണം, നീറ്റിനൊക്കെ ചോദിക്കും. ഏതാണ്? മൈറ്റോസിസ് വഴി ഗ്യാമീറ്റിന് ഉണ്ടാക്കുന്ന മെയിൽ ഹണിബീസ് സ്പേംസിനെ ഉണ്ടാക്കുന്നത് മൈറ്റോസിസ് വഴിയാണ്. ഓക്കെ, 16 ക്രോമോസോം ഉള്ള ഒരു ഗ്യാമീറ്റ്. ഇതും നേരത്തെ ഫീമെയിലിന്റെ ഗ്യാമീറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഫീമെയിൽ ഏതാണ്? 32 ക്രോമോസോം ഉള്ളത്, അത് ഫീമെയിലായി. ഓക്കെ, ആൻഡ് ഇവിടെ നല്ലൊരു രസമുള്ളൊരു സംഭവം വരുന്നുണ്ട്. They do not have father and thus cannot have sons, but have a grandfather and have a grandson. അതായത് അച്ഛനും ഇല്ല, അതുകൊണ്ട് തന്നെ മകനും ഉണ്ടാവില്ല. അച്ഛനും മകനും എന്നുള്ള പറയുന്ന കോൺസെപ്റ്റേ ഈ ഹണിബീസിന്റെ കാര്യത്തിൽ ഇല്ല. ആരുണ്ടാവും എന്നറിയോ? മുത്തശ്ശനും ഉണ്ടാവും, കൊച്ചുമകനും ഉണ്ടാവും. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് കുറച്ച് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. മെയിൽസ് ഇവിടെ നോക്കിക്കേ മക്കളെ, മെയിൽസ് ഉണ്ടാക്കുന്ന ഈ ഒരു ഗ്യാമീറ്റ് ഒരിക്കലും ഒരു ഫീമെയിൽ ആയിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മെയിൽ ഉണ്ടാവില്ല. ഈ 16
വേറൊരു 16 കൂടി, ഫീമെയിലിന്റെ 16 കൂടി വന്നു കഴിഞ്ഞാൽ ഇത് മെയിലിന്റെ 16, ഇത് ഫീമെയിലിന്റെ 16, 16. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു 32 ആണ് ഉണ്ടാകുന്നത് അല്ലേ? ഗ്യാമിറ്റ്സ് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ 32 ആണ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ. 32 ക്രോമോസോമുള്ള ഏതെങ്കിലും മെയിൽ ഹണിബി ഉണ്ടോ? ഇല്ല. മെയിൽ ഹണിബി ആവണമെങ്കിൽ അത് 16 ക്രോമോസോമേ പാടുള്ളൂ. ഫെർട്ടിലൈസേഷൻ വൺസ് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മകൻ ഉണ്ടാവില്ല. മകൻ ഉണ്ടാകത്തോണ്ട് തന്നെ ഒരു അച്ഛനും ഇല്ല. ഓക്കെ, അച്ഛനില്ല, മകനും ഇല്ല. ഇനി എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു കൊച്ചുമകൻ ഉണ്ടാവാം. അതായത് ഈ മെയിലിന്റെ ഈ 32 വന്നല്ലോ, സോ ഇതാണ് ഇതിന്റെ മകള് വന്നു, മകൾക്ക് കുട്ടി ഉണ്ടാവുന്നുണ്ട്. മകള് ഫീമെയിൽ വഴി മകള് മിയോസിസ് വഴി ഉണ്ടാക്കിയതാ. ഈ 32 ആണ് ഈ ഫീമെയിൽ. ഈ ഫീമെയിൽ മിയോസിസ് വഴി 16 ഗ്യാമീറ്റ് ഉണ്ടായി, 16 ക്രോമോസോം ഉള്ള ഗ്യാമീറ്റ് ഉണ്ടായി. ഈ ഗ്യാമീറ്റ് പാർത്തനോജനസിസ് വഴി ഒരു മെയിലായി. അപ്പൊ ആരായി? കൊച്ചുമകനായില്ലേ? കണ്ടോ, കൊച്ചുമകനായില്ലേ? ഗ്രാൻഡ് സൺ ആയില്ലേ? ഗ്രാൻഡ് സൺ ആയി. അപ്പൊ ഗ്രാൻഡ് പാ വന്നില്ലേ? ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും ആയി. പക്ഷേ ഫാദറും സണ്ണും ഇല്ല, അച്ഛനും ഇല്ല, മകനും ഇല്ല. ഓക്കെ, മനസ്സിലായോ? They do not have a father and thus cannot have sons. അച്ഛനില്ല, മകനും ഇല്ല. But have a grandfather and can have grandsons. ഗ്രാൻഡ് ഫാദറും ഉണ്ടാവാം, ഗ്രാൻഡ് സണ്ണും ഉണ്ടാവാം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ സിസ്റ്റം. നേരത്തെ നമ്മൾ എക്സോ ടൈപ്പ് പറഞ്ഞു, XY ടൈപ്പ് പറഞ്ഞു, ഹ്യൂമൻസിന്റെ പറഞ്ഞു, ZW ഓക്കെ അല്ലേ, അതൊക്കെ പറഞ്ഞു. നമ്മൾ ഫീമെയിൽ ഹെറ്ററോഗാമിട്രി, മെയിൽ ഹെറ്ററോഗാമിട്രി. ഇനിയുള്ളത് സെക്സ് ഡിറ്റർമിനേഷൻ ഹാപ്ലോ ഡിപ്ലോയിഡ് ടൈപ്പ്. അതാണ് നമ്മുടെ ഹണിബിയുടേത്. ഇതിന് നമുക്ക് നേരത്തെ XY ടൈപ്പിൽ ഹ്യൂമൻസിനെ കയറ്റാം, എക്സോ ടൈപ്പിൽ നമ്മളെ ഇൻസെക്ട്സിനെ കയറ്റാം, ഇൻസെക്ട്സ് ഗ്രാസ് ഹോപ്പർ കയറ്റാം, ആൻഡ് ZW വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിക്കൻ, ഹെൻ. ഓക്കെ, ഇനി ഹെന്നും കോക്കും ഒക്കെ. ഇനി ഹാപ്ലോ ഡിപ്ലോയിഡ് ടൈപ്പാണ് ഹണി ബീസിന്. നമുക്കറിയാം എന്താ സംഭവം. ഹാപ്ലോയിഡ് ടൈപ്പാണ്, ഹാപ്ലോയിഡ് ആണ് മെയിൽസ്, ഡിപ്ലോയിഡ് ആണ് ഫീമെയിൽസ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ക്രോമോസോമ് മാത്രം. മെയിൽസിന് ആകെ 16 എണ്ണം, ഫീമെയിൽസിനാണെങ്കിലോ 2 സെറ്റ്, ആകെ 32 എണ്ണം ഉണ്ട്. സോ ഡിപ്ലോയിഡ് ടൈപ്പ് ഹാപ്ലോ ഡിപ്ലോയിഡ്. ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ സിസ്റ്റം. ഇത് വെച്ചിട്ടാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. 16 എണ്ണം ആണെങ്കിൽ മെയിൽസ്, 32 എണ്ണം ആണെങ്കിൽ ഫീമെയിൽസ്. മനസ്സിലായോ? മെയിൽസ് പ്രൊഡ്യൂസ് സ്പേംസ് ബൈ മൈറ്റോസിസ് ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മൈറ്റോസിസ് വഴി സ്പേംസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മെയിൽസ്. അതൊരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ സെറ്റിൽ ഭയങ്കര ഇല്ല. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സിംഗിൾ ജനറ്റിക് ചേഞ്ച്. എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ഈ സെയിം കോപ്പിയാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിനും അല്ലേ? നിങ്ങളുടെ സെയിം കോപ്പിയാണ് എല്ലാ സെൽസിനും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജീൻസ് ഒരു ബുക്കാണ്. ആ ബുക്കിന്റെ എല്ലാ കോപ്പി നിങ്ങളുടെ ബോഡി മുഴുവൻ അച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ എൻ്റെ ബോഡിയിലുള്ള ഏതെങ്കിലും ചില സെൽസിൽ ആ ജീനിന് എന്തെങ്കിലും ബുക്കിലെ ഏതെങ്കിലും പേജില്ലേ, ആ പേജിൽ ഏതെങ്കിലും ഒരു ലൈന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാലോ, എൻ്റെ ഞാൻ ഒരു ബുക്ക് ആലോചിക്കുക കേട്ടോ. ഒന്ന് നമ്മുടെ NCERT ടെസ്റ്റ് ആണെന്ന് എടുത്തെന്ന് വിചാരിക്കുക. അതിൽ 46-ാമത്തെ പേജിൽ ഒരു 5-ാമത്തെ വരിയായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ എഴുതി വെച്ചതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ ജീന് കേടുവന്നു. അപ്പോൾ ആ ബുക്കിലുള്ള ആ ജീന് കേട് വന്നു കഴിഞ്ഞാൽ ആ ജീൻ പ്രവർത്തിക്കേണ്ട എൻ്റെ ആ ഫീനോടൈപ്പ് ഇല്ലേ, അത് അവിടെ കേടുവരും ആ സെല്ലിൽ. ഓക്കെ, ആ സെല്ല് അടുത്തുള്ള സെല്ലുകൾക്കൊക്കെ കേടുവന്നാലോ, അതൊക്കെ കേടുവരും. ഇനി എൻ്റെ സെല്ല് മുഴുവൻ അങ്ങോട്ട് കേടുവന്നാലോ, അപ്പോഴും എനിക്ക് പണിയല്ലേ. ഇതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയാം. എനി ജനറ്റിക് ചേഞ്ച്, എന്തെങ്കിലും ഒരു ജീൻസിൽ വരുന്ന ചേഞ്ചിനെയാണ് അബറേഷനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ നാച്ചുറലി വരാം മക്കളെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ആർട്ടിഫിഷ്യലി മ്യൂട്ടേഷൻ ഉണ്ടാക്കുകയും ചെയ്യാം. നാച്ചുറലി മ്യൂട്ടേഷൻ വരുന്നത്
ചിലപ്പം UV റേഡിയേഷൻ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മ്യൂട്ടേഷൻ വരാം. അല്ലെങ്കിൽ ചിലപ്പം കെമിക്കൽസ് ഒക്കെ നമുക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലി നമുക്ക് മ്യൂട്ടേഷൻ വരാം. ഇത് ഒരിക്കലും നാച്ചുറലി ആർട്ടിഫിഷ്യലി നല്ല ക്ലാസിഫൈ ചെയ്യുന്നത് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, കെമിക്കൽ മ്യൂട്ടേജൻ, ഫിസിക്കൽ മ്യൂട്ടേജൻ എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത്. മ്യൂട്ടേജൻസ്. ഓക്കെ, മ്യൂട്ടേജൻസ്. ഇതാണ് നമ്മളെ DNA. അതിൽ ഏതെങ്കിലും ഒരു ബേസ്, അഡെനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ നിങ്ങൾ പഠിച്ചല്ലേ എങ്ങനെയാണ് ABATGC TTTAAGCCCC എങ്ങനെയല്ലേ നമ്മളെ ജീനിന്റെ സീക്വൻസ് എഴുതുക. അതിൽ ഏതെങ്കിലും ഒന്ന് മക്കളെ നോക്കിയേ, ഇവിടെ AGCCTTAG ഇതാണ് നമ്മുടെ ജീൻ സീക്വൻസ്. അതിൽ ഈ സിക്ക് പകരം ഇവിടെ ഒരു A വന്നാൽ തീരാവുന്ന പ്രശ്നമാണ്. അത്ര മതി നമ്മളെ വേണമെങ്കിൽ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു മ്യൂട്ടേഷൻ ആവാൻ വേണ്ടിയിട്ട്. എനി സിംഗിൾ അബറേഷൻ. ഇനിയിപ്പോൾ ഇത് മാത്രമാവണമെന്നില്ല, ഒരു ജീന് മുഴുവൻ ഇങ്ങനെ എഴുതുന്ന ജീൻ ഇങ്ങോട്ട് തല തിരിച്ച് എഴുതിയെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെയുള്ള ഈ ഒരു സിംഗിൾ മ്യൂട്ടേഷൻ വരുന്നതാണ്. ഇതിനാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. മ്യൂട്ടേഷൻ തന്നെ 2 തരത്തിലുണ്ട്. പോയിന്റ് മ്യൂട്ടേഷനും ഉണ്ട്, അതുപോലെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും ഉണ്ട്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ATTTGC എന്ന് പറയുന്നതിന് പകരം ഈ ടിക്ക് പകരം അവിടെ ഒരു G വന്നു. സോ ഇതാണ് പോയിന്റ് മ്യൂട്ടേഷൻ, ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ. ഇനി വേണമെങ്കിൽ ഈ ജിക്ക് പകരം CAA വന്നു. ഏതെങ്കിലും ചെറിയൊരു പോയിന്റിൽ വരുന്ന മ്യൂട്ടേഷനാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, റീഡിംഗ് ഫ്രെയിം മാറുക. റീഡിംഗ് ഫ്രെയിം ഇതാണ് ഞാൻ വായിക്കുന്ന ഫ്രെയിം. ATTGC എന്നാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ അമിനോ ആസിഡിന്റെ കോമ്പോസിഷൻ പഠിച്ചതല്ലേ? അമിനോ ആസിഡ് എങ്ങനെയാണ്? ആദ്യം ഒരു 3 3 ലെറ്റർ കോഡ്സ് ആണ് അല്ലേ, അതായത് 3 ലെറ്റർ കോഡോൺ ആണ് ATT. ഇതൊരു അമിനോ ആസിഡിനെയാണ് ഉണ്ടാക്കുക. ഇയാൾ ഒരു അമിനോ ആസിഡിനെ ഉണ്ടാക്കുന്ന ആളാണ്. ഈ ATT എന്നതിന് പകരം TTA എന്ന് വായിച്ചാൽ വേറെ അമിനോ ആസിഡ് അല്ലേ? അല്ലേ മക്കളെ? ATT GCC AUG ഏത് അമിനോ ആസിഡാ? മെത്തിയോണിന് AUGCCG. ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വിചാരിക്കുക അല്ലേ? ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വിചാരിക്കുക. AUG ഒരു അമിനോ ആസിഡ്, CCG അമിനോ ആസിഡ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വായിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ റീഡിംഗ് ഫ്രെയിം. ഇനി ഇത് നേരെ ഞാൻ തിരിച്ചെഴുതാന്ന് വിചാരിക്കുക. GCC തിരിച്ചെഴുതാണ് GUA. ഇതിന് ഞാൻ തിരിച്ചെഴുതി. അപ്പോൾ യുക്ക് വരെ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ റീഡിംഗ് ഫ്രെയിം മാറിയില്ലേ? GCC ഇത് വേറെ തന്നെ ഒരു അമിനോ ആസിഡാ. CCG ഉണ്ടാക്കുന്ന അമിനോ ആസിഡും GCC ഉണ്ടാക്കുന്ന അമിനോ ആസിഡും വേറെയാണ്. മാത്രമല്ല അതിന്റെ പൊസിഷനും വേറെയാണ്. ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഇത് ഉണ്ടാക്കേണ്ടത്. ഇവിടെ മെത്തിയോണിൻ അമിനോ ആസിഡ് വരേണ്ടതിന് പകരം മെത്തിയോണിൻ വരുന്നേ ഉണ്ടാവില്ല, കാരണം GUA വേറെ അമിനോ ആസിഡാണ്. റീഡിംഗ് ഫ്രെയിം മാറി. ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ള മ്യൂട്ടേഷനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻവേർഷൻ ഉണ്ട്, ഓക്കെ, ട്രാൻസ്ലൊക്കേഷൻ ഉണ്ട്, പലതരം മ്യൂട്ടേഷൻ ഉണ്ട്. ഇത് തന്നെ പോയിന്റ് മ്യൂട്ടേഷൻ തന്നെ ഡിലീഷൻ ഉണ്ട്, ഇൻസേർഷൻ ഉണ്ട്. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോവുക. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ബേസ് അതിൻ്റെ ഇടയിൽ തിരികെ കയറുക. ഇതൊക്കെയാണ് പലതരം മ്യൂട്ടേഷൻസ്. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് പോയിന്റ് മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ഡിസീസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിക്കാം കേട്ടോ. ജനറ്റിക് ഡിസോർഡേഴ്സ് ഭയങ്കര രസമാണ്, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആണ്, ഒരൊറ്റ വീഡിയോയിൽ തീരും. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.